നമസ്കാരം. പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ അധ്യായത്തിലൂടെ ഭഗവാൻ പരമശിവന്റെ സന്ദേശമാണ് പരാമർശിക്കാനായി പോകുന്നത്. എന്താണ് ഭഗവാൻ നിങ്ങളിലേക്ക് നൽകുന്നത് എന്ന് മനസ്സിലാക്കാം. നിങ്ങൾക്ക് തീർച്ചയായും ഈ സമയം ചില കാര്യങ്ങൾ പ്രധാനമായും ജീവിതത്തിലേക്ക് സംഭവിക്കാവുന്ന സമയമാണ്. അതേക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കണം. പരമശിവന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. അല്ലെങ്കിൽ ഭഗവാനോടുള്ള ഒരു പ്രാർത്ഥന, നിങ്ങളുടെ ഒരു വിഷമമാണ് എങ്കിലും അത് ഒഴിഞ്ഞു പോകണം എന്ന് നിങ്ങൾക്ക് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് രേഖപ്പെടുത്താവുന്നതാണ്. ഈ പോസിറ്റീവായ ഊർജം നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അത് നിങ്ങൾക്ക് ശുഭഫലമായി ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാകുന്നു. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കേണ്ടതാണ്. മറ്റു കാര്യങ്ങൾ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കുക. ചില കാര്യങ്ങളിൽ മാറ്റം വരുത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട്. അതിനുവേണ്ടിയുള്ള അല്ലെങ്കിൽ അത്തരമൊരു ആഗ്രഹത്താൽ ചില മാറ്റങ്ങൾക്കുള്ള ഒരു ആരംഭം നിങ്ങൾ കുറിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കാണുവാനായി സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ കടന്നു വരുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം തുണയ്ക്കുന്നതായ സാഹചര്യമാകാം. വളരെ കഷ്ടപ്പാടുകളും അല്ലെങ്കിൽ വിഷമതകൾ അനുഭവിച്ചു പോരുന്ന, പരിശ്രമങ്ങൾ നടത്തിപ്പോരുന്ന നിങ്ങൾക്ക് നിങ്ങളെ പ്രാർത്ഥന അത് അനുകൂലമാകുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട്. ജീവിതത്തിലേക്ക് ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാവുന്ന സാഹചര്യമുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സമയം ചില കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മറ്റുള്ളവർ നിങ്ങൾക്ക് നൽകുന്നതായ ഉത്തരവാദിത്തങ്ങൾ അത് ഭംഗിയായി ചെയ്ത് തീർക്കുവാൻ സാധിക്കും. ആ ഒരു സംതൃപ്തി നിങ്ങൾക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് കാണുവാനായി സാധിക്കുന്നു. അതേപോലെ തന്നെ ചില കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഉപദേശങ്ങൾ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കടന്നു വരുന്ന മാർഗനിർദ്ദേശങ്ങൾ അത് ഭഗവാനായി തന്നെ നിങ്ങൾക്ക് കൂടുതലായും നൽകുവാൻ സാധിക്കുന്നു. അത് ഭഗവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് കാണുന്നു. തീർച്ചയായും അതിന് നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. പല വിധത്തിലും പല രീതിയിലുമുള്ള കഴിവുകൾ ഉള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും ആ കഴിവിൽ നിങ്ങൾ അസൂയപ്പെടുന്ന സാഹചര്യമുണ്ടോ എന്ന സംശയമുണ്ട്. അത്തരമൊരു സാഹചര്യം നിങ്ങൾക്കുണ്ടാകാം. നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഉയർച്ച വന്നു ചേരുമോ എന്നൊരു സാഹചര്യം പലർക്കും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ചിലർക്ക് നിങ്ങളുടെ ഉയർച്ചയിൽ ഒരു അസൂയ കാണുവാനായി സാധിക്കുന്ന സാഹചര്യമുണ്ട്. നിങ്ങൾ അവർക്ക് മേൽ ഉയർന്നു പോകുമോ എന്നൊരു ചിന്ത പോലും അവർക്കുണ്ട് എന്ന് കാണുന്നു. ഇത്തരത്തിലുള്ള വ്യക്തികളും നിങ്ങൾക്കൊപ്പമുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റിലും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും അവർ പിന്തിരിപ്പിക്കുവാൻ നിങ്ങളെ ശ്രമിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഗുണകരമാകുന്ന ചില കാര്യങ്ങൾ ഇത്തരത്തിൽ അവരുടെ പ്രവർത്തികൾ മൂലം നിങ്ങൾ പിന്തിരിഞ്ഞ സാഹചര്യമുണ്ട്. പലപ്പോഴും പല വ്യക്തികളും നിങ്ങളുടെ മനസ്സ് വിഷമിപ്പിക്കുന്നുണ്ട്. ഈ വ്യക്തികളും അത്തരത്തിൽ മനസ്സ് വിഷമിപ്പിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതായത് മനസ്സിനെ മടുപ്പിച്ച് ചില കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ ഒഴിവാക്കുക എന്ന കാര്യത്തിൽ അവർ വിജയിച്ച ഒരു സാഹചര്യം കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. നിങ്ങളിൽ ഈശ്വരാനുഗ്രഹത്താൽ അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ കടന്നു വന്നിരിക്കുന്നതായ ആത്മവിശ്വാസത്തെ അവർ ഇല്ലാതാക്കി മാറ്റി എന്നതാണ് വാസ്തവം. പലപ്പോഴും നിങ്ങളുടെ കഴിവുകൾ പോലും ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ അതുപോലും ഉപേക്ഷിക്കുവാൻ പലരും പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങളുടെ ചുറ്റുമുള്ള പല വ്യക്തികളും നിങ്ങൾക്ക് നൽകേണ്ടതായ പല കാര്യങ്ങളും അത് പിന്തുണയാകാം അല്ലെങ്കിൽ പ്രോത്സാഹനമാകാം. ഇത് നിങ്ങൾക്ക് പല അവസരങ്ങളിലും ലഭിക്കാത്തത് നിങ്ങൾക്ക് വിഷമങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഇത്തരം പിന്തുണ ലഭിക്കാത്തതിനാൽ
പല കാര്യങ്ങളും ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേർന്നിട്ടുള്ളതാണ്. ഈ സമയം ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾ നിർത്തിവച്ചിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ വേണ്ട എന്ന രീതിയിൽ നിങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ, അത്തരം കഴിവുകൾ നിങ്ങൾക്ക് തീർച്ചയായും ഗുണകരമായി ഭവിക്കാവുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു. അത്തരം കഴിവുകൾ നിങ്ങൾ തീർച്ചയായും വളർത്തിയെടുക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. തീർച്ചയായും ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഗുണകരമാകും എന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ള അത്തരം കാര്യങ്ങൾക്ക് പരിശ്രമങ്ങൾ നടത്തേണ്ടത് അനിവാര്യം തന്നെയാണ്. പൂർണ്ണമായ മനസ്സോടെ തന്നെ അത്തരം കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. പല കാര്യങ്ങളിലും നിങ്ങളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യമുണ്ട് എങ്കിൽ, ഇവിടെ ഭഗവാന്റെ അനുഗ്രഹത്താൽ അത് നിങ്ങളിലേക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടാവുന്നതാണ്. അത് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. പലപ്പോഴും നിങ്ങളെ തളർത്തുവാൻ എളുപ്പമായിരുന്നു എന്നത് വാസ്തവമാണ്. പല കാര്യങ്ങളിലും പലരും അപ്രകാരം നിങ്ങളെ തളർത്തിയിട്ടിരിക്കുന്ന സാഹചര്യം പോലുമുണ്ട്. എന്നാൽ കാര്യങ്ങൾ മാറുകയാണ്. ഇനി നിങ്ങളെ അത്ര പെട്ടെന്ന് ഒരു വ്യക്തിക്ക് മാനസികമായി അത്തരത്തിൽ തളർത്തുവാൻ സാധിക്കാത്തതായ ഒരു സാഹചര്യം വന്നു ചേരാം. നിങ്ങൾക്ക് തീർച്ചയായും വളരെ ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. ദൃഢനിശ്ചയം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതാണ്. അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നിങ്ങൾ എടുത്തിരിക്കുന്നതായ ആ ദൃഢനിശ്ചയം അത് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സമയം ഭഗവാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് അനിവാര്യമായത് ക്ഷമ തന്നെയാണ് എന്നുള്ളതാണ്. കാരണം ക്ഷമയോടെ നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുകയും പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്താൽ തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കും. ആ കഴിവ് നിങ്ങളുടെ ജീവിതത്തിൽ പല നേട്ടങ്ങളായി മാറും, ഉയർച്ചയായി മാറും. നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കുവാൻ, അല്ലെങ്കിൽ ആ ആത്മവിശ്വാസം തകർക്കുവാനായി പലരും ശ്രമിക്കുന്ന സാഹചര്യം ജീവിതത്തിലുണ്ട്. എന്നാൽ മനസ്സിനെ മടുപ്പിക്കുന്ന നിങ്ങളെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തി നിങ്ങളെ അത്തരത്തിൽ മുന്നേറുവാൻ സമ്മതിക്കാതെ നിൽക്കുന്ന അത്തരം കാര്യങ്ങളെ നിങ്ങൾ തീർച്ചയായും കണ്ടെത്തി അത്തരം കാര്യങ്ങളെ ഒഴിവാക്കി മുന്നോട്ട് പോകണം. അത്തരം വ്യക്തികളുമായി ബന്ധപ്പെട്ട് പറയുകയാണ് എങ്കിൽ അവർ അവഗണനയാണ് അർഹിക്കുന്നത് എന്നതാണ് വാസ്തവം. നിങ്ങളെ തീർച്ചയായും പല കാര്യങ്ങളിലും പ്രോത്സാഹനം നൽകുകയും ചേർത്ത് പിടിക്കുന്ന വ്യക്തികൾ ഉണ്ടാകാം. അത്തരം വ്യക്തികളെ നിങ്ങൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. അത്തരം വ്യക്തികൾക്കൊപ്പം നിങ്ങൾ നിൽക്കേണ്ടതാണ്. ധനപരമായ കാര്യങ്ങളാണ് എങ്കിലും, ബന്ധങ്ങളുടെ കാര്യമാണ് എങ്കിലും, നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഇത്തരം കാര്യങ്ങളിൽ തകർച്ച നേരിട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും പരാജയപ്പെട്ടു പോയ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അത് ബന്ധങ്ങളിൽ പോലുമാകാം. പല കാര്യങ്ങളിലും, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ എപ്രകാരമാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് എന്ന ചിന്ത പോലും നിങ്ങൾക്കുണ്ട്. അത് നിങ്ങളിലേക്ക് വളരെയധികം ആശങ്കകൾ നിറച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഭയം നിങ്ങളെ വേട്ടയാടുന്നു. അല്ലെങ്കിൽ പല അവസരങ്ങളിലും സങ്കടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട്. ആ സങ്കടം നിയന്ത്രിക്കാൻ സാധിക്കാത്തതായ അവസ്ഥയുണ്ട്. നിങ്ങളുടെ ചുറ്റുമുള്ളവരുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒറ്റപ്പെടൽ എന്ന വളരെ വിഷമകരമായ ഒരു കാര്യം നിങ്ങൾ നേരിടേണ്ടതായ സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് കാണുന്നു. നിങ്ങൾക്ക് ഒരിക്കലും അർഹതയില്ലാത്ത പരിഹാസങ്ങൾ അത് കേൾക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. കുറ്റപ്പെടുത്തലുകൾ പല കാര്യങ്ങൾ കൊണ്ടും നിങ്ങൾ അനുഭവിച്ചിരിക്കുന്നു എന്നതും വാസ്തവമാണ്. എന്നാൽ ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പല കാര്യങ്ങളിലും പഴി കേൾക്കേണ്ടതായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്.
ഇത്തരം വ്യക്തികളും നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന് കാണുവാനായി സാധിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഭഗവാൻ നിങ്ങളെ അത്തരത്തിൽ കൈയൊഴിയില്ല എന്ന സന്ദേശം തന്നെയാണ് നിങ്ങളിലേക്ക് ലഭിക്കുക. ശുഭകരമായ മാറ്റങ്ങൾ, പ്രകടമാകുന്ന മാറ്റങ്ങൾ കടന്നു വരും എന്നത് വാസ്തവം തന്നെയാണ്. ഈ സമയം ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ സിദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന കാര്യം ഓർക്കുക. പല കാര്യങ്ങളിലും അത് പ്രകടമായി തുടങ്ങുകയും നിങ്ങളിൽ ഭഗവാന്റെ അനുഗ്രഹം, സംരക്ഷണം വർദ്ധിച്ചിരിക്കുന്നു എന്ന് ബോധ്യപ്പെടാവുന്ന സാഹചര്യം കടന്നു വരാം എന്നതും വാസ്തവം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അനുഭവിച്ചു പോരുന്ന പ്രയാസങ്ങളെയും വിഷമകരമായ സാഹചര്യങ്ങളെയും നിങ്ങൾക്ക് തരണം ചെയ്ത് സമാധാനത്തോടെ മുന്നോട്ട് പോകുവാനുള്ള അവസരങ്ങൾ തന്നെയാണ് ഭഗവാൻ ഇവിടെ സൃഷ്ടിക്കുക. തികച്ചും അപ്രതീക്ഷിതമായി, ഒരിക്കലും പ്രതീക്ഷിക്കാതെയുള്ള സന്തോഷകരമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. അപ്പോൾ നിങ്ങൾ നേരിടുന്നതായ പ്രയാസകരമായ കാര്യങ്ങൾ, വിഷമകരമായ കാര്യങ്ങളിൽ നിന്നും കരകയറുവാനുള്ള മാർഗങ്ങൾ, അവസരങ്ങൾ അത് ഭഗവാനായി തന്നെ നിങ്ങളിലേക്ക് നൽകുന്ന സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശുഭമാറ്റങ്ങൾ തന്നെ കടന്നു വരുന്നു എന്നുള്ളതാണ്. കൂടാതെ ഏതെങ്കിലും കാര്യങ്ങൾ അത് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നടക്കണം, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ആ കാര്യം നടന്നേ തീരൂ എന്നൊരു ആഗ്രഹമുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അല്പം കൂടി തുറന്ന് ചിന്തിക്കേണ്ടതായ സാഹചര്യവും ഇത്തരം പരിശ്രമങ്ങളെ കുറിച്ച് പുറത്ത് പറയാതിരിക്കുവാനും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചില അനുകൂലമായ സൂചനകൾ കണ്ട് തുടങ്ങുന്നതായ അവസരത്തിൽ പലരെയും വിശ്വസിച്ച് ഇത്തരം കാര്യങ്ങൾ അത് ഇത് തന്നെയാകണം എന്നില്ല, മറ്റു കാര്യങ്ങളുമാകാം. അത്തരത്തിൽ ശുഭകാര്യങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അനുകൂലമായി തുടങ്ങുമ്പോൾ അത് മറ്റുള്ളവരോട് പറയുന്നത്, ആ കാര്യം നടക്കുന്നതിന് മുൻപ് പറയുന്നത് നിങ്ങൾക്ക് ദോഷകരമായി തീരുന്നു എന്നുള്ളതാണ്. കാരണം നിങ്ങൾ നല്ല ഉദ്ദേശത്തിൽ പറയുന്നതായ കാര്യങ്ങൾ അവരുടെ തെറ്റായ ദൃഷ്ടി പതിയുന്നതിലൂടെ നിങ്ങൾക്ക് ആ അവസരങ്ങളിൽ നിന്നും പിന്നോട്ട് വലിയുന്നതായ സാഹചര്യമായിരിക്കും വന്നു ചേരുക. അതിനാൽ തന്നെ ഈ ഒരു സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, മനസ്സിൽ ഏതൊരു കാര്യമാണ് എങ്കിലും അത് നടക്കുന്നതിന് മുൻപ് പറയാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എന്താണ് പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്, മനസ്സിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളത്, ആ ഉദ്ദേശങ്ങളെ കുറിച്ച് ഇപ്പോൾ പുറത്ത് പറയേണ്ടതായിട്ടില്ല എന്നതാണ് വാസ്തവം. മറ്റുള്ളവരോട് ഇപ്രകാരം മനസ്സ് ഈ സമയം തുറക്കാതിരിക്കുവാനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന കാര്യം ഓർക്കുക. ഈ സമയം ഭഗവാൻ തന്നെ നിങ്ങളോട് പറയുന്നത്, ഈ സമയം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ ശുഭാരംഭങ്ങൾക്കുള്ള അവസരങ്ങൾ കടന്നു വരാം എന്നുള്ളതാണ്. കാര്യാലോചനകളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിച്ചതിലും മികച്ച രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സാഹചര്യം വന്നു ചേരാം. നിങ്ങൾ എന്താണോ പ്രതീക്ഷിച്ചത് അതിനേക്കാൾ വിജയം ഒരു കാര്യത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കുന്ന അവസരം നിങ്ങളിലേക്ക് കടന്നു വരാവുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് കാണുന്നു. ധനപരമായ നേട്ടങ്ങളോ അല്ലെങ്കിൽ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു പരിശ്രമങ്ങളുണ്ട് എങ്കിൽ അത് വിജയത്തിലെത്തുവാനുള്ള സാഹചര്യം നിങ്ങൾക്ക് ഒരുങ്ങുന്നു എന്നുള്ളതാണ്. ധനസമൃദ്ധിയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. ഈ സമയം തീർച്ചയായും നിങ്ങൾക്കൊപ്പം നിൽക്കുന്നതായ പല വ്യക്തികളുമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന കുറച്ചധികം വ്യക്തികളുണ്ടാകാം. ആ വ്യക്തികളെ നിങ്ങൾക്ക് ചേർത്ത് നിർത്തുവാനും അവർക്കൊപ്പം നിലകൊള്ളുവാനും സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് കാണുന്നു. നിങ്ങളിൽ നിന്നും നഷ്ടമായിരിക്കുന്ന മനസമാധാനം അല്ലെങ്കിൽ ആശ്വാസകരമായ കാര്യങ്ങൾ അത് നിങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരുവാനും അത് കുടുംബത്തിൽ പ്രതിഫലിക്കുവാനും സാധ്യത കൂടുതലുള്ള ഒരു സാഹചര്യമുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു.
നിങ്ങളിൽ പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഭഗവാൻ അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന കാര്യങ്ങളുണ്ടാകാം. എന്നാൽ ആ കാര്യങ്ങൾ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിയോ എന്ന് ചിന്തിക്കണം. പല കാര്യങ്ങളും നിങ്ങൾ വിട്ടുകളഞ്ഞിരിക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ഭഗവാൻ വീണ്ടും നിങ്ങൾക്ക് അവസരം നൽകുന്നു എന്നുള്ളതാണ്. പുതിയൊരു വഴിയിലേക്ക്, പുതിയൊരു സാഹചര്യത്തിലേക്ക് നീങ്ങുവാനുള്ള തയ്യാറെടുപ്പ് ഭഗവാന്റെ അനുഗ്രഹത്താൽ കടന്നു വരാം എന്ന് കാണുന്നു. അത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു ബന്ധം കൂടിയാകാം. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ പിന്നോട്ടടിക്കുന്നതും നിങ്ങൾക്ക് നെഗറ്റീവായ ഊർജം എപ്പോഴും നൽകുന്നതുമായ ഓർമ്മകളാകാം. ഒരിക്കലും ആലോചിക്കരുത് എന്ന അത്തരത്തിൽ നിങ്ങൾ വിചാരിക്കുന്നതായ ഒരു വേദനിപ്പിക്കുന്ന വിഷമകരമായ ഓർമ്മകളുമാകാം. ഇത്തരം മോശം സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. നെഗറ്റീവായ ചിന്താഗതികൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തെ പലപ്പോഴും ബാധിച്ചിട്ടുള്ളത് എന്ന് കാണുന്നു. പല വിധത്തിലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും സന്തോഷം, മനസമാധാനം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അത്തരം കാര്യങ്ങളെ വിട്ടുകളഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നേറുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ജീവിതത്തിൽ ഉള്ളത് എന്ന് കാണുന്നു. അപ്പോൾ തീർച്ചയായും ഭഗവാൻ തന്നെ നിങ്ങളോട് പരാമർശിക്കുന്നതായ കാര്യം, ഇപ്രകാരം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ, പ്രസക്തമല്ലാത്തതായ കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടില്ല. ചിലത് വിട്ട് കളയേണ്ടത് അനിവാര്യമാണ്. അതാദ്യം ചില കാര്യങ്ങൾ വിട്ട് കളയണമോ എന്ന് ചിന്തിക്കും. എന്നാൽ ഭഗവാന്റെ തീരുമാനപ്രകാരം ദോഷകരമായ ചില കാര്യങ്ങൾ വിട്ട് കളയുകയും അത് ഭാവിയിൽ കൂടുതൽ ഗുണകരമായി തീരുന്ന സാഹചര്യമായിരിക്കും വന്നു ചേരുക. തീർച്ചയായും ഈ സമയം ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ ആ സന്തോഷകരമായ കാര്യങ്ങൾ നിലനിർത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അപ്പോൾ ഭഗവാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന സന്ദേശം ഇപ്രകാരം തന്നെയാണ്. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവായ ഊർജം കൊണ്ടുവരിക. തീർച്ചയായും ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്വീകരിച്ച് മറ്റു കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കി പോസിറ്റീവായ ഊർജത്തെ സ്വീകരിച്ച് ഭഗവാനിൽ പൂർണ്ണമായും വിശ്വസിച്ച് തന്നെ ഈ സമയം നിങ്ങൾ മുന്നോട്ട് പോവുക. ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിലും അതിൽ ഒരിക്കലും നിങ്ങൾക്ക് ഒരു എതിരഭിപ്രായം വരേണ്ടതായ കാര്യമില്ല. പ്രവർത്തിക്കുന്ന കാര്യമാണ് എങ്കിൽ നെഗറ്റീവായ കാര്യം വിട്ടുകളഞ്ഞ് ശുഭപ്രതീക്ഷയോടെ തന്നെ മുന്നോട്ട് പോകണം. എല്ലാ കാര്യങ്ങളിലും ശുഭപ്രതീക്ഷ നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഭഗവാനുമായി ബന്ധപ്പെട്ട സന്ദേശം ഇപ്രകാരമാകുന്നു. ഏവരും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം അല്ലെങ്കിൽ പരമശിവന്റെ നാമങ്ങൾ കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ.